നമ്മൾ മനസ്സിലാക്കുക, ഇന്ത്യ എന്ന് പറയുന്ന ഇന്ന് നമ്മൾ കാണുന്ന ഈ നേഷൻ സ്റ്റേറ്റ് 1947 മാത്രം രൂപീകരിക്കപ്പെട്ടൊരു സംഭവമാണ്. അതിനു മുമ്പ് ഇവിടെ പല നാട്ടുരാജ്യങ്ങളും പല രൂപത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പലതരത്തിലുള്ള യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പിടിച്ചടക്കലുകൾ ഉണ്ടായിട്ടുണ്ട്, തിരിച്ചുപിടിക്കൽ ഉണ്ടായിട്ടുണ്ട്, ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അങ്ങനൊന്നും സംഭവിക്കാത്തൊരു അവസ്ഥയൊന്നല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അധിനിവേശങ്ങളും യുദ്ധങ്ങളും നിരന്തര യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അത് നമ്മൾ ഒരുപക്ഷെ ചരിത്രമാനൽക്കുന്നത് ഇപ്പൊ ഇന്ത്യ ശരിയാണ്, ഇന്ത്യ ശേഷം നമ്മൾ അങ്ങനെ വല്ലാതെ എന്ത് ചെയ്യാറില്ല, മറ്റ് രാജ്യങ്ങൾ ആക്രമിക്കാൻ പോകാറില്ല. അത് ഇന്ത്യൻ നേഷൻ സ്റ്റേറ്റിന്റെ ഒരു പൊതുവായ പോളിസി. പ്രത്യേകിച്ച് യുദ്ധം ചെയ്യുന്നത് മീൻസ് മതത്തിന്റെ പേരിൽ യുദ്ധം ചെയ്യുന്നില്ലെന്നാ പറയുന്നത്. അല്ല, മതത്തിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഇപ്പം മതത്തിന്റെ പേരിൽ എന്ന് പറഞ്ഞാല് ഹിന്ദു രാജാക്കന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, അധിനിവേശങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ മുസ്ലിം രാജാക്കന്മാർ നടത്തൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ മുസ്ലിം രാജാക്കന്മാർ ചെയ്യുമ്പോൾ മാത്രം അത് മതത്തിന്റെയും ഖുർആാനിന്റെയും പ്രശ്നവും, ഹിന്ദു രാജാക്കന്മാർ ചെയ്യുമ്പോൾ അങ്ങനെ എല്ലാതും വരൂലല്ലോ. അത് നമ്മൾ ചരിത്രത്തെ കുറച്ചുകൂടി ഒരു കിങ്ഡത്തിന്റെ അണ്ടറിലും ഇപ്പം ഛത്രപതി ശിവജിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പോലും അതില് കമാൻഡർ ആയിട്ടുള്ള മുസ്ലിംസ് ആണ്. അതിൽ എത്ര 10-30 കാണാൻ പറ്റും. പിന്നെ ടിപ്പു സുൽത്താന്റെ സേനാനായകൻ ഒരു ഹിന്ദു ആയിരുന്നു. അല്ല, ആ ഒരു ഇതില് പറയാം, മുഗൾ ഔറംഗസേബിന്റെ ഇതില് പുള്ളിയുടെ ആർമിയില് ഹിന്ദുക്കളെ ഫുൾ കേട്ടിട്ടില്ല. ഉണ്ടായിരുന്നു. അല്ലല്ല, ഔറംഗസേബിന്റെ ആർമിയിലും അതേപോലെ തന്നെ മന്ത്രിമാരായിട്ടൊക്കെ ഹിന്ദുക്കളായ ആളുകൾ ഉണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഹിന്ദുക്കളുണ്ട്. പക്ഷെ ഔറംഗസേബിന്റെതും ഉണ്ട്. അത് പ്രൂഫ് എന്തെങ്കിലും കാണിക്കാൻ എന്തെങ്കിലും ഇതുണ്ടോ? അത് ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് കാണിക്കാൻ സാധിക്കും. അത് വേണമെങ്കിൽ നമുക്ക് അത് പ്രൊവൈഡ് ചെയ്യാവുന്ന. ഇല്ല, പുള്ളി ഹിന്ദുക്കൾക്ക് ഭയങ്കര മീൻസ്, ഞാൻ അങ്ങനെ പറഞ്ഞ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഡ്രീമർ ഒരു സംഘീയോ ഒന്നും അല്ല, അതെനിക്കറിയാം. പക്ഷെ സംഘപരിവാറിന്റെ ഏറ്റവും വലിയൊരു ആയുധമാണ് ഔറംഗസേബ് ഈ രൂപത്തിൽ ചെയ്തു എന്നുള്ളത്. പക്ഷെ അതിന് യാതൊരു തെളിവും ഇല്ല എന്ന് മാത്രമല്ല, ഔറംഗസേബിന്റെ മന്ത്രിമാരും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും അവിടുത്തെ സൈന്യവും ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മറ്റു മതസ്ഥരായ ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സംഘപരിവാർ വളച്ചൊടിച്ച ചരിത്രം നമ്മൾ കൺസ്യൂം ചെയ്ത് പോകുന്നുണ്ട് പലപ്പോഴും. അത് താങ്കൾ സംഖ്യ ആയതുകൊണ്ടൊന്നല്ല. ഈ ജെമിനിയിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കി, ഹു ആർ ദ ഹിന്ദു മിനിസ്റ്റേഴ്സ് ആൻഡ് ഹിന്ദു ആർമി ചീഫ്സ് അണ്ടർ ഔറംഗസേബ് എന്ന് ചോദിച്ചു. അതിൽ ആൻസർ പറയുന്നത് ഇതാണ്: ഡിസ്പൈറ്റ് ഔറംഗസേബ്സ് കോൺട്രവേഴ്ഷ്യൽ റിലീജിയസ് പോളിസീസ്, പെർസെൻറ്റേജ് ഓഫ് ഹിന്ദു നോബിൾസ് ഇൻ ദ മുഗൾ അഡ്മിനിസ്ട്രേഷൻ ആക്ച്വലി റീച്ച്ഡ് ഇറ്റ്സ് പീക്ക് ഡ്യൂറിങ് ഹിസ് റെയിൻ. അതായത് പിന്നെ ഔറംഗസേബ് ഭരിച്ചപ്പോഴാണ് ഹിന്ദു പിന്നെ ആളുകൾ അദ്ദേഹത്തിന്റെ പിന്നെ മിനിസ്ട്രിയിലും പിന്നെ മറ്റ് ഇതായിട്ടും ഒക്കെ പിന്നെ കൂടുതലുണ്ടായിരുന്നത്. അതായത് മുഗൾ ഡൈനാസ്റ്റി തന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. അതുവരെ ഉള്ളത് 22% ആണെങ്കിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ 33% ടോട്ടൽ നൊബിലിറ്റി, പിന്നെ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ നൊബിലിറ്റി ടീമിൽ 33% ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ജെമിനിയോട് ക്വിക്കായിട്ടൊന്ന് ചോദിച്ചപ്പോൾ കിട്ടിയൊരു ആൻസർ. അത് ഷെയർ ചെയ്തു. ഞാൻ സ്ക്രീനിൽ അവരുടെ പേരുകൾ അടക്കം കാണിക്കുന്നുണ്ട്. ഔറംഗസേബ് ഈ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ഹിന്ദു മിനിസ്റ്റേഴ്സും ആർമി ചീഫ്സും ഉണ്ടായിരുന്ന സമയം ഔറംഗസേബിന്റെ കാലഘട്ടമായിരുന്നു. അതിൽ ഓരോരുത്തരുടെയും രാജ ജസ്വന്ത് സിംഗ്, മിർസ രാജ ജയ്സിംഗ്, രാജാറാം സിംഗ് വൺ, ഇങ്ങനെയുള്ള ഒരുപാട്, അതേപോലെ തന്നെ ഫിനാൻസ് മിനിസ്റ്റേഴ്സ്, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് കാണാൻ പറ്റിയത്. ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇത് ഞാൻ അങ്ങനെ അത്രയും കോൺഫിഡൻസോട് പറയാൻ പറ്റിയത് ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് വായിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ്. പോപ്പുലർ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഔറംഗസേബ് ഹിന്ദുക്കളെ എന്ത് ചെയ്തിട്ടില്ല, പരിഗണിച്ചിട്ടില്ല, അങ്ങനാക്കി ഇങ്ങനാക്കി മതപരിവർത്തനം നടത്തി എന്നൊക്കെയുള്ള പോപ്പുലർ നാരേറ്റീവിന് അപ്പുറത്താണ് ചരിത്രം പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഞാനിത് ജസ്റ്റ് പറഞ്ഞത് മാത്രം. ഇങ്ങനെയുള്ള ഡ്രീമർ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള അനേകം കാര്യങ്ങൾ അത് നമ്മൾ അറിയാതെ, ഇപ്പൊ ഡ്രീമർ ഒരിക്കലും സംഖ്യയല്ല, അതെനിക്ക് 100% ഉറപ്പുണ്ട്. പക്ഷെ നമ്മൾ അറിയാതെ ഇത്തരക്കാരായ ആളുകൾ നമ്മളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കുറെ ചരിത്രത്തിന്റെ പേരിലുള്ള നുണകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ അൺലേൺ ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ഇസ്ലാമിക് ഹിസ്റ്ററിയെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുള്ള പല നുണകളും അൺലേൺ ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ച്, മുഗൾ കാലഘട്ടത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ കുറെയൊക്കെ അൺലേൺ ചെയ്ത് യാഥാർത്ഥ്യം എന്താണെന്നുള്ള ഒരു കുറച്ചുകൂടി ഒരു വിശദമായ അന്വേഷണം നമ്മൾ നടത്തേണ്ടതുണ്ടാവും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത്
ഇതിലൊരിക്കലും എന്ത് ചെയ്യില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കില്ല. ഇവിടെ ഞാൻ ഇത്രയൊക്കെ പറയുമ്പോഴും മുഗൾ രാജാക്കന്മാരോ അല്ലെങ്കിൽ ഔറംഗസേബോ ഒന്നും പരമപരിശുദ്ധരായി ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാരൊന്നും നമ്മൾ പറയുന്നില്ല. ഇതൊക്കെ എന്താ വെച്ചാല് അവിടെ അത്ര വലിയ പ്രശ്നം ഈ പറയുന്ന രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രം, നുണകൾ പൊളിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇത് കാണിച്ചു എന്ന് മാത്രം. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് പിന്നെ നമ്മൾ ഇനി ഔറംഗസേബ് എത്ര ക്രൂരനായ മനുഷ്യനാണെന്ന് വിചാരിക്കാം, എന്നാൽ പോലും ഇസ്ലാമിന്റെ സത്യതയെ അത് ബാധിക്കുന്നില്ല. ഔറംഗസേബ് ക്രൂരനാണെന്ന് വിചാരിക്കാം, നിങ്ങൾ പറഞ്ഞ നമ്മളിപ്പോ നേരത്തെ കാണിച്ച തെളിവുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഔറംഗസേബ് ക്രൂരനാണെന്ന് വിചാരിക്കാം. ക്രൂരനാണെങ്കിൽ ഒരു മുസ്ലിമായ ഒരു ക്രൂരൻ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇസ്ലാം തെറ്റാണെന്ന് വരുന്നില്ല, ഇസ്ലാം ക്രൂരമാണെന്ന് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു ആദർശത്തെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ടത് അതിന്റെ ടെക്സ്റ്റുകളിലേക്കാണ്, അതിന്റെ ബേസിക്സിലേക്കാണ്, അല്ലാതെ മനുഷ്യന്മാരിലേക്കല്ല. എന്നാൽ ഞാൻ ഇത് പറയാൻ കാരണം ഇതാണ്, നമ്മൾ ഹിസ്റ്ററിയുടെ ബാഗേജസ് വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും പല ആളുകളെയും ജഡ്ജ് ചെയ്യുക. ഇത് ഞാനിത് ഇപ്പം ഇത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡ്രീമർ എന്തൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ എന്നാലും ഇവര് ചങ്ങായിമാര് പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരാണല്ലോ, മൊത്തം ലോകത്തിൽ മൊത്തം പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരല്ലോ എന്നുള്ള അറിയാതെയുള്ളൊരു ഒരു ചിന്ത താങ്കളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഹിസ്റ്ററിയുടെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ബാഗേജസും ഒഴിവാക്കേണ്ടതുണ്ട് ശരിക്കും. അതിന് ഞാൻ കുറച്ച് പിന്നെ റാൻഡം പീസസ് കിട്ടുന്നു മാത്രം. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ ഡ്രീമർ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, താങ്കളൊരു സത്യാന്വേഷിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ ടെക്സ്റ്റുകളിലേക്ക്, ബേസിക്സിലേക്ക് പോകുക എന്നുള്ളതാണ്. ഏകദൈവ വിശ്വാസം, ബഹുദൈവ വിശ്വാസം, വിഗ്രഹാരാധന, ഇസ്ലാം എങ്ങനെയാണ്, ഇസ്ലാം ആസ് എ റിലീജിയൻ എന്താണ് പറയുന്നത്, സബ്മിഷൻ അല്ലെ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ സബ്മിഷനാണ്. ആ സബ്മിഷൻ എന്നുള്ളത് കൊണ്ട് എന്താണ് ആ ലോകവീക്ഷണം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഡ്രീമർ വേറെ എന്തെങ്കിലും സംസാരിക്കാൻ? പുതിയൊരു അറിവായിരുന്നു, മീൻസ് മറ്റേ ഹിന്ദു ഔറംഗസേബിൽ, അതുകൊണ്ട് അത് നമുക്ക് അറിയത്തില്ലായിരുന്നു. അത് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ChatGPT നമ്മളെ ഓരോ അൽഗോരിതം നമ്മുടെ ഇത് ഫേവർ ആയിട്ടേ വരത്തുള്ളൂ. ഇപ്പൊ ഞാൻ ഹിന്ദു ഫേവർ ആയിട്ട് കണ്ടക്സ്റ്റ് കൊടുക്കുമ്പോൾ അതിന്റെ ഫേവർ ആയിട്ട് ChatGPT നമുക്ക് റിപ്ലൈ ചെയ്ത് വരത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇപ്പൊ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിട്ട് ഞാനൊരു ChatGPT പറഞ്ഞത് മാത്രം. നിങ്ങൾ അങ്ങനെ പിന്നെ എന്താ പറയാ ഒരു ന്യൂട്രലായിട്ട് അയച്ചാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ, ഈ പേരുകളൊക്കെ കിട്ടും. അതല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഈ പേരുകളൊന്നും അടിച്ചു നോക്കുക. അതായത് ഞാൻ നോക്കിയായിരുന്നു. ഓക്കെ, ChatGPT അഥവാ ബയാസായി പറയാണോ എന്നുള്ള സംശയം ഒബ്വിയസ്ലി ഉണ്ടാവാം. എന്റെ കാര്യം പറയാ. ഓക്കെ. അല്ല, ഈ പേരുകളൊന്നും അടിച്ചു നോക്കിയാൽ തന്നെ അവരുടെ ഹിസ്റ്ററിയിലൊക്കെ നമുക്ക് ഇത് കാണാൻ പറ്റും, ഔറംഗസേബിന്റെ മിനിസ്റ്റേഴ്സും ആർമി ചീഫ്സും ഒക്കെ. അപ്പോ നമുക്ക് ആ വിഷയത്തിലുള്ള പുസ്തകങ്ങൾ വരെ അവൈലബിൾ ആണ്. ഞാൻ കൊടുത്തപ്പോ അങ്ങനെ ഒരു ഇതിലായിട്ടാ വന്നു, മീൻസ് ChatGPT നമ്മുടെ ഒരു കൊടുക്കുന്ന കണ്ടക്സ്റ്റ് പോലെ ഇരിക്കുമല്ലോ. അതെ. ശരി, താങ്ക് യു. ഓക്കെ, വളരെ സന്തോഷം.